നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് IKIO Lighting Ltd എന്നുള്ള ഒരു കമ്പനിയുടെ IPO വിശേഷങ്ങളാണ്. നോയിഡയിലാണ് ഇവരുടെ കോർപ്പറേറ്റ് ഓഫീസ്. യു പി ബേസ് ആയിട്ടുള്ള ഈ കമ്പനി LED ലൈറ്റുകളും അനുബന്ധ ഉപകരണങ്ങളുമാണ് നിർമ്മിക്കുന്നത്. ഇവരുടെ ഇഷ്യൂ ഓപ്പൺ ആവുന്നത് ജൂൺ 6 മുതൽ 8 വരെയായിരിക്കും. അപ്പോൾ ഇവർ ടോട്ടൽ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത് 606.5 കോടി രൂപയാണ്. അതിൽ 350 കോടി രൂപയ്ക്കുള്ളത് ഫ്രഷ് ഓഹരികളാണ്. ബാക്കിയുള്ളത് ഓഫർ ഫോർ സെയിലാണ്, അതായത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് വിറ്റഴിക്കുന്നതാണ്. നമുക്ക് ഈ കമ്പനിയുടെ IPO വിശേഷങ്ങൾ ഒന്ന് വിശദമായിട്ട് നോക്കാം. IKIO Lighting Ltd എന്ന ഈ കമ്പനി LED ലൈറ്റുകളുടെ നിർമ്മാണ കാര്യത്തിൽ വളരെയധികം പ്രശസ്തമായിട്ടുള്ളൊരു കമ്പനിയാണ്. മാത്രമല്ല മേക്ക് ഇൻ ഇന്ത്യ എന്ന ദേശീയ നയം പിന്തുടരുന്ന ഒരു കമ്പനിയാണ്. പൂർണ്ണമായിട്ടും ഇന്ത്യയിലാണ് ഇവരുടെ നിർമ്മാണങ്ങളെല്ലാം നടക്കുന്നത്. ഇന്ത്യൻ ഉപകരണങ്ങൾ വെച്ചിട്ടാണ് ഇവർ നിർമ്മിക്കുന്നത്. പ്രധാനപ്പെട്ട പ്രോഡക്റ്റുകൾ എല്ലാം തന്നെ ഈ LED ലൈറ്റുകളുമായി ബന്ധപ്പെട്ടതാണ്. അത് കൂടാതെ റെഫ്രിജറേഷൻ ലൈറ്റ്, പിന്നെ ABS പൈപ്പിംഗ് തുടങ്ങിയിട്ടുള്ള മറ്റു ചില പ്രോഡക്റ്റുകൾ കൂടി ഈ കമ്പനിയുടേതായിട്ട് ഉണ്ട്. നോയിഡ ബേസ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണിത്. ഒറിജിനൽ ഡിസൈൻ മാനുഫാക്ചറാണ് IKIO എന്ന ഈ കമ്പനി. അതായത് അവർ നിർമ്മിക്കുന്നു, അത് മറ്റു കമ്പനികൾക്ക് കൊടുക്കുന്നു. അവരുടെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള നിരവധി കമ്പനികളുണ്ട്. അവർ അവരുടേതായ ലേബൽ ഒട്ടിച്ചിട്ട് അവരുടെ ബ്രാൻഡ് നെയിമിലാണ് ഇത് വിൽപ്പന നടത്തുന്നത്. അവർ കൊടുക്കുന്ന ഡിസൈൻ അനുസരിച്ചാണ് IKIO ഈ പ്രോഡക്റ്റുകളെല്ലാം നിർമ്മിക്കുന്നത്. IKIOയുടെ പ്രോഡക്റ്റുകളിൽ ഒന്നാണ് നമ്മളുടെ PVC പൈപ്പുകൾക്ക് ബദലായിട്ടുള്ള, അതിന് മറ്റൊരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ABS പൈപ്പിംഗ് എന്ന് പറയുന്നത്. അത് ഈ US-ലെല്ലാം പ്ലംബിംഗ് പരിപാടികൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു പൈപ്പാണ് ABS പൈപ്പിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രമുഖ നിർമ്മാതാക്കളാണ് IKIO എന്ന ഈ കമ്പനി. പിന്നെ ഇവർക്ക് ഈ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ക്വാളിറ്റിക്ക് കൊടുക്കുന്ന, ഗവൺമെൻറ് കൊടുക്കുന്ന പ്രമുഖ സർട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ ലഭിച്ചിട്ടുള്ള ISO 9001 മുതൽ പ്രമുഖമായിട്ടുള്ള എല്ലാ സർട്ടിഫിക്കേഷൻസും ലഭിച്ചിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ് IKIO. പ്രധാന പ്രോഡക്റ്റുകളായിട്ടുള്ള LED ലൈറ്റുകൾ, അതുകൂടാതെ റെഫ്രിജറേഷൻ ലൈറ്റ്സ്, ABS പൈപ്പിംഗ്, ഇതെല്ലാം പ്രമുഖമായിട്ടും വിറ്റഴിക്കുന്നത് മറ്റു കമ്പനികൾക്കാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവരുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് തന്നെ പ്രമുഖ കമ്പനികളാണ്. ഉദാഹരണത്തിന് പഴയ ഫിലിപ്സ് ഇലക്ട്രോണിക്സ് ഇന്ത്യ, അല്ലെങ്കിൽ ഇപ്പോൾ സിഗ്നിഫൈ ഇന്നോവേഷൻസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന ഈ കമ്പനി, അതുകൂടാതെ വെസ്റ്റേൺ റെഫ്രിജറേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, പാനസോണിക് ലൈഫ് സൊല്യൂഷൻസ്, നൊവാച്ചർ ഇലക്ട്രിക്കൽ ആൻഡ് ഡിജിറ്റൽ സിസ്റ്റം തുടങ്ങിയിട്ടുള്ള ഇന്ത്യയിലെ അറിയപ്പെടുന്ന പ്രമുഖ കമ്പനികളെല്ലാം തന്നെ IKIOയുടെ കസ്റ്റമേഴ്സാണ്. ഈ ചിത്രത്തിൽ കാണുന്ന ഹർദീപ് സിംഗും സുർമീത് കൗറുമാണ് ഈ കമ്പനിയുടെ പ്രധാന പ്രൊമോട്ടർമാർ എന്നുള്ള നിലയിൽ ഈ IPO വരുന്ന സമയത്ത് അവരുടെ കൈവശമുള്ള ഓഹരികളുടെ ഒരു ചെറിയ ഭാഗം അവർ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് വിൽക്കുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. അതാണ് ഓഫർ ഫോർ സെയിലായിട്ട് വന്നിരിക്കുന്ന ഓഹരികൾ. അതിൽ ഹർദീപ് സിംഗ് 60 ലക്ഷം ഓഹരികളും സുർമീത് കൗർ 30 ലക്ഷം ഓഹരികളുമാണ് ഈ കൂട്ടത്തിൽ വിറ്റഴിക്കുന്നത്. IKIO ലൈറ്റിങ്ങിന് 4 പ്രൊഡക്ഷൻ യൂണിറ്റുകളാണുള്ളത്. 1500ഓളം എംപ്ലോയീസും അവരുടെ ടോട്ടൽ പ്രോഡക്റ്റുകൾ നോക്കുകയാണെങ്കിൽ 600ഓളം വെറൈറ്റി പ്രോഡക്റ്റുകളുമാണ് കമ്പനിക്കുള്ളത്. ഇപ്പോൾ ഇവർ 350 കോടിയുടെ ഫ്രഷ് ഓഹരികളാണ് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത്. അതായത് 350 കോടിയാണ് മാർക്കറ്റിൽ നിന്ന് ഫ്രഷായിട്ട് റേസ് ചെയ്യാൻ പോകുന്നത്. അതുമാത്രമാണ് കമ്പനിക്ക് ലഭിക്കുന്നത്. മറ്റേ ഓഫർ ഫോർ സെയിൽ എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ പ്രൊമോട്ടേഴ്സ് വിറ്റഴിക്കുന്ന ഓഹരികളുടെ പണം അവർ തന്നെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ 350 കോടി എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് നോക്കുകയാണെങ്കിൽ അവരുടെ ചില ബോറോയിങ്സ് ഒക്കെ കൊടുത്തു തീർക്കുന്നതിന്, പേയ്മെൻറ്റ്സ് എല്ലാം ഒന്ന് കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവരുടെ കമ്പനിയുടെ മാത്രമല്ല, ചില സബ്സിഡിയറിയുടെയും. അത് മാത്രമല്ല, IKIO സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള പേരിൽ ഒരു ഹോളി ഓൺ സബ്സിഡിയറി ഉണ്ട് കമ്പനിക്ക്. അതിൻ്റെ നോയിഡയിലുള്ള അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും കുറച്ച് ഫണ്ട് ഉപയോഗിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അതുകൂടാതെ ജനറൽ ആയിട്ടുള്ള കമ്പനി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ ഫണ്ട് ഉപയോഗിക്കുമെന്ന് പറയുന്നുണ്ട്. IKIO ലൈറ്റിങ്ങിൻ്റെ ലിസ്റ്റഡ് പിയർ കമ്പനികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡിക്സൺ ടെക്നോളജീസ് ലിമിറ്റഡ് എന്നുള്ള കമ്പനി, അതുകൂടാതെ ആംബർ എൻ്റർപ്രൈസസ് ഇന്ത്യ ലിമിറ്റഡ്, സിർമ SGS ടെക്നോളജി ലിമിറ്റഡ്, അതോടൊപ്പം തന്നെ എലിൻ ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. ഈ കമ്പനികളുടെ ബേസിക് EPS-ഉം ഏർണിങ്സ് പെർ ഷെയറും ഇവിടെ ഈ കോളത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്.
അക്യോ ലൈറ്റിങ്ങിൻ്റെ ഫിനാൻഷ്യൽ സൈഡ് നമുക്കിനി ഒന്ന് പരിശോധിക്കാം. 2020 റവന്യൂ 140.65 കോടിയാണ്. ആ വർഷം അതിൻ്റെ നെറ്റ് ഇൻകം 16 കോടിയും. ഇനി 2021 റവന്യൂ 159.66 കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നെറ്റ് ഇൻകവും 20.58 കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഇനി 2022 219.9 കോടിയാണ് റവന്യൂ എങ്കിൽ അതിൻ്റെ നെറ്റ് ഇൻകം 28.01 കോടിയാണ്. അപ്പോൾ ക്രമമായിട്ട് വർദ്ധിക്കുന്നുണ്ട്. മാത്രമല്ല 2023 ആദ്യ 9 മാസത്തെ കണക്കാണിത്. റവന്യൂ 240.72 കോടിയായിട്ട് നല്ല ഒരു വളർച്ച കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെറ്റ് ഇൻകത്തിലും 34.58 കോടിയായിട്ടുള്ള ഒരു വർധനവും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു മികച്ച രീതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി തന്നെയാണെന്ന് നമുക്കിതിൻ്റെ ഫിനാൻഷ്യൽ സൈഡ് നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഐക്യോയുടെ ഏറ്റവും പുതിയ വാല്യുവേഷൻസ് ആണ്. EPS 7.77, അതുപോലെ PE റേഷ്യോ 34.75, 36.68, പിന്നെ റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 46.40% ആണ് പറയുന്നത്. ബുക്ക് വാല്യൂ 16.75 എന്നുമാണ് കാണിക്കുന്നത്. കമ്പനിയുടെ ഇഷ്യൂവിന് രജിസ്ട്രാറായിട്ട് KFIN ടെക്നോളജീസ് ആണ്. പിന്നെ ലീഡ് മാനേജർ മോത്തിലാൽ ഓസ്വാൾ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസേഴ്സുമാണ്. ഇനി നമുക്ക് IKIO ഇഷ്യൂ ഒറ്റനോട്ടത്തിലൊന്ന് പരിശോധിക്കാം. IPOയുടെ ഡേറ്റ് ജൂൺ മാസം 6-ാം തീയതി ഓപ്പൺ ചെയ്ത് 8-ാം തീയതി അവസാനിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഇഷ്യൂ വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് 270 രൂപ, 285 രൂപ എന്നാണ്. ടോട്ടൽ ഫ്രഷ് ഓഹരികൾ 350 കോടി രൂപയ്ക്കുള്ളതും ഓഫർ ഫോർ സെയിൽ 256.5 കോടി രൂപയ്ക്കുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടോട്ടലായിട്ട് 606.5 കോടി എന്നുള്ള വരുന്നു. മിനിമം ഒരു റീറ്റെയിലർ അപ്ലൈ ചെയ്യേണ്ടത് 52 ഓഹരികളാണ്. റീറ്റെയിലറുടെ കാര്യമാണ് പറഞ്ഞത്. 52 ഓഹരികളാണ് മിനിമം അപ്ലൈ ചെയ്യേണ്ടത്. ഫേസ് വാല്യൂ 10 രൂപയാണ്. 35% ഓഹരികൾ റീറ്റെയിലേഴ്സിന് കിട്ടും എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. NSEയിലും BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഡേറ്റുകളൊന്ന് നോക്കുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് വരുന്നത് ജൂൺ 13-ാം തീയതിയാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ ഇത് ലിസ്റ്റ് ചെയ്യുന്നത് 16-ാം തീയതി ആയിരിക്കും ജൂൺ മാസത്തിൽ. ഇനി ഇത് വാങ്ങണോ വേണ്ടയോ എന്ന് പലർക്കും സംശയം ഉണ്ടായിരിക്കും. ഇതൊരു വളരെ കോമ്പറ്റീഷനുള്ള ഒരു ഫീൽഡിൽ തന്നെയാണ്. പ്രമുഖമായിട്ടുള്ള പല കമ്പനികളും ലിസ്റ്റഡ് ആയിട്ട് തന്നെയുള്ള കമ്പനികൾ പിയർ കമ്പനികളായിട്ടുണ്ട്. അപ്പോൾ അത് ആ സെഗ്മെൻറ്റിലായതുകൊണ്ട് ഇത് ഒരു ലോങ് ടേമിലേക്ക് ഉദ്ദേശിച്ചാണ് വാങ്ങുന്നതെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ ഷോർട്ട് ടേമിൽ ഇതിൻ്റെ പ്രൈസിങ്ങും അല്പം കൂടിയിട്ടില്ലേ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് വലിയൊരു നേട്ടം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. എന്നാൽ ലോങ് ടൈമിലേക്ക് ഈ സെഗ്മെൻറ്റ് വലിയ കുഴപ്പമില്ലാത്തതായതുകൊണ്ട് ഫ്യൂച്ചർ എല്ലാ LED ലൈറ്റുകളും അത്തരത്തിലുള്ള ലൈറ്റുകളിലേക്ക് നമ്മൾ പോവുകയാണല്ലോ, കൺവെൻഷണൽ ആയിട്ടുള്ള ബൾബുകളെ അപേക്ഷിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ലൈറ്റുകളും ഫാഷൻ ലൈറ്റുകളും റെഫ്രിജറേഷൻ ലൈറ്റുകളും എല്ലാം തന്നെ ഫ്യൂച്ചർ ഉള്ള ഒരു സെഗ്മെൻറ്റ് തന്നെയാണ്. അതുകൊണ്ട് അത്തരത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഈ ഷെയറിൻ്റെ അലോട്ട്മെൻറ്റ് രീതി ഒന്ന് നോക്കാം. റീറ്റെയിലേഴ്സിന് ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ 52 ഷെയർസ് വരും. അപ്പോൾ 14,820 രൂപ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ 13 ലോട്ട് വരെ അപ്ലൈ ചെയ്യാം. റീറ്റെയിലേഴ്സിന് 676 ഓഹരികൾ വരും. അപ്പോൾ അതിന് 1,92,660 രൂപയാണ് അതിൻ്റെ കോസ്റ്റായിട്ട് വരിക. പിന്നെ HNIസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് മിനിമം അപ്ലൈ ചെയ്യാവുന്നത് 14 ഓഹരികൾ വരെ അപ്ലൈ ചെയ്യാം. 728 ഷെയർസാണ്. 14 ലോട്ട് 728 ഷെയർസ് വരും. 2,74,080 രൂപയാണ് അതിന് ചിലവായിട്ട് വരുന്നത്. പിന്നെ HNIസിൽ മാക്സിമം അപ്ലൈ ചെയ്യാവുന്നത് 67 ലോട്ടാണ്. അപ്പോൾ 3,484 ഓഹരികളായിരിക്കും അതുവഴി ലഭിക്കുക. അപ്പോൾ 9,92,940 രൂപയാണ് അതിന് വേണ്ടിയിട്ട് വരുന്ന കോസ്റ്റ്. ഇനി HNIസിലെ തന്നെ ബിഗ് എന്ന് പറയുന്ന കാറ്റഗറിക്ക് 68 ലോട്ട് വരെ അപ്ലൈ ചെയ്യാം. അവർക്കപ്പോൾ ചിലവ് വരുന്ന അവർക്ക് കിട്ടുന്നത് 3,536 ഓഹരി വരെ കിട്ടുകയാണെങ്കിൽ 68 ലോട്ടും കിട്ടുകയാണെങ്കിൽ അത്രയും ഓഹരികൾ വരും. അപ്പോൾ 10,07,760 അതിന് വരുന്ന കോസ്റ്റ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അലോട്ട്മെൻറ്റിൽ മറ്റൊരു കാര്യം അറിയാനുള്ളത്, ഇൻസ്റ്റിറ്റ്യൂഷൻസിന് 50% ഓഹരികൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് കമ്പനി കൊടുക്കുന്നത്. HNIസിന് 15% അലോട്ട്മെൻ്റ് ഉള്ളൂ. റീറ്റെയിലേഴ്സിന് 35% അലോട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. IKIO ലൈറ്റിംഗ് ലിമിറ്റഡിൻ്റെ IPO വിശേഷങ്ങൾ കേട്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ.
ഷെയർ ചെയ്യുകയും കമൻറ്റുകൾ ഇടുകയും എല്ലാം ചെയ്യണം. പിന്നെ ഇത് എപ്പോഴും പറയാറുള്ള പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.